അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്നും കൂടെ ക്രിയേറ്റീവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ ഒറിഗാമി മെത്തേഡിൽ ഒരു ക്യാമറ ഉണ്ടാക്കാം, അതായത് ഒരു DSLR ക്യാമറ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ചുമ്മാ എങ്ങനെ കാണിച്ചു തരാം. ഇതിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ സൂക്ഷിച്ച് കേട്ടോളൂ. സംഭവം ഇങ്ങനെയാണ്, ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ആക്കുക. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. മെയിൻലി ഇത് കുട്ടികൾക്ക് വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം നമ്മളിപ്പോൾ ലോക്ക്ഡൗണിലാണ്. അപ്പോൾ ഇതേപോലത്തെ കുറേ സംഭവം ഒറിഗാമി മെത്തേഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം എന്നും പറയുന്ന പോലെ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് നമുക്കെങ്ങനെ ഒരു DSLR ക്യാമറ വീട്ടിലുണ്ടാക്കാം, അതും നമ്മുടെ പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ ഒരു ക്യാമറ ഉണ്ടാക്കാം. DSLR ഒന്നുമല്ല, ചുമ്മാ കുട്ടികളെ കളിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു ക്യാമറ. ആദ്യമേ നിങ്ങൾ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയതിന് ശേഷം നിങ്ങൾ അതേപോലെ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയല്ലോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾ അതൊന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ നമ്മുടെ 4 കോർണറിൽ നിന്നും നടുവിലേക്ക് ഇങ്ങനെ മടക്കുക. ഇപ്പോൾ ഒന്നായി, അടുത്തത് രണ്ടാമത്തെ മടക്കുന്നു, അടുത്തത് മൂന്നാമത്തെ മടക്കുന്നു, അറ്റ് ലാസ്റ്റ് ഏറ്റവും അവസാനം 4ാമത്തത് മടക്കുന്നു. അങ്ങനെ നമ്മൾ 4 ഭാഗവും ഇങ്ങനെ മടക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് കിട്ടി. പിന്നെ നമ്മളിതിൻ്റെ ജസ്റ്റ് അല്ലെങ്കിൽ വേണ്ട, ആദ്യമേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. കാണാൻ സാധിക്കും, ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ഇവിടെയും ചെയ്യുക. അതായത് 4 സൈഡിൽ നിന്നും നടുവിലേക്ക് ഇതെങ്ങനെ മടക്കുക. ഇപ്പോൾ ഒന്നായി, അടുത്ത രണ്ടാമത്തത് മടക്കുന്നു, അടുത്ത മൂന്നാമത്തത് മടക്കുന്നു, അടുത്തത് നാലാമത്തത് നാലാമത്തത് മടക്കുന്നു. അങ്ങനെ നമ്മൾ 4 സൈഡ് മടക്കിയിരിക്കുന്നു. ഇനി നമ്മൾ ഈ സൈഡ് എടുക്കുക. ഈ സൈഡ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ചെയ്യുക. ഇങ്ങനെ മടക്കുന്നു. നെക്സ്റ്റ് രണ്ടാമത്തത് മടക്കുന്നു. നമ്മളിത് മടക്കി ചാവും. നോക്കിക്കോ, മൂന്നാമത് മടക്കുന്നു. നെക്സ്റ്റ് 4ാമത് മടക്കുന്നു. അപ്പോൾ ഗായ്സ്, നമുക്ക് ഇങ്ങനത്തെ ഒരു ഫേസ് കിട്ടിയിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് മടക്കി വെച്ചത്. അപ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് എടുക്കുക. ഓപ്പോസിറ്റ് എടുത്തിട്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക. കാണാൻ സാധിക്കും, ഇങ്ങനെ ഒന്ന് ഓപ്പണാക്കി ഇതിനെ ഒന്ന് ഓപ്പൺ ആക്കുക. അപ്പോൾ നമ്മളതിനെ ഓപ്പൺ ആക്കി. അതേപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് മാത്രം നമ്മൾ ഇതേപോലെ ഓപ്പൺ ആക്കുക. നമ്മൾ അതും അങ്ങനെ ഓപ്പൺ ആക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ, ഇനി കുറച്ച് ഇതാണ് ടൈറ്റായിട്ടുള്ള സംഭവമാണ്. ഇതിനെ ഒന്ന് ഇങ്ങനെ ഇളക്കി 2 ഇളക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആവുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇത് സംഭവം സിമ്പിളാണ്, നിങ്ങൾ ചെയ്താൽ മതി. നിങ്ങൾ സമാധാനത്തോടെ ഞാൻ ഇതേ കാണിച്ച പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പറ്റും. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം ഇങ്ങനെയും വയ്ക്കുക. അപ്പോൾ നമ്മുടെ DSLR ക്യാമറ റെഡി ആയിരിക്കുന്നു. ഇനി കണ്ടോ ക്യാമറയുടെ ബാക്ക്. അപ്പോൾ ഒരു ക്യാമറയുടെ ഏകദേശം ഒരു രൂപമൊക്കെ ഉണ്ട്. ഇനി ഇങ്ങനെ ആക്കുകയാണെങ്കിൽ ഫോട്ടോ എടുക്കാം. ഇത് നമ്മുടെ കൊച്ചു കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം. കണ്ടോ സംഭവം, ഇങ്ങനെ ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ DSLR ക്യാമറ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ഉണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ ഞാൻ അയക്കുന്ന ഓരോ പുതിയ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് മതിയാക്കാം. ഇനി വേറെ ഏതെങ്കിലും നല്ല വീഡിയോസ് കാണാം. അതുവരെയും ബൈ.